ഈ 4-ാം തീയതി വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കും എന്നതിനെ കുറിച്ച് നമുക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും CPM അല്ലെങ്കിൽ LDF തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അതിലൊരു മുഖ്യ പങ്ക് വഹിച്ചത് ഈ മഹാനാണ് എന്നുള്ളത് നമ്മൾക്ക് അർത്ഥശങ്കയില്ലാതെ പറയാൻ പറ്റുമെന്നുള്ളതാണ്. ഏറ്റവും മഹാനാണ് പിണറായി വിജയൻ. അദ്ദേഹം നല്ല ഭരണാധികാരിയാണ്, ഒരു പാർട്ടിയെ നയിക്കാൻ വളരെ കെൽപ്പുള്ള ആളാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ആവശ്യമുണ്ടായിരുന്നില്ല എന്നല്ല, അതൊരു അധിക ബാധ്യതയായി മാറി എന്നുള്ളതാണ് നമ്മളിൽ കാണേണ്ടത്. ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മഹാനായ ശ്രീനാരായണ ഗുരുവിന്റെ ഒക്കെ പേരിലുള്ള ഒരു സംഘടനയുടെ തലപ്പത്തിരുന്ന് ഇത്രയും വർഗീയത പറയാ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ SNDP ചവിട്ടി പുറത്താക്കേണ്ടതാണ്. അതിൽ ഒരു സംശയവും വേണ്ട. ഈ ലോകം അവസാനിക്കാൻ പോവാണോ? ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ കേൾക്കുന്ന നമുക്ക് തോന്നുന്നു ഇതൊക്കെ ലോകം അവസാനിക്കാൻ പോവാണ്. നമസ്കാരം. നമസ്കാരം. ഈ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെ കുറെ നാളുകളായിട്ട് ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇത് ഇന്നത്തെ ഈ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളൊക്കെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശുദ്ധനാണ്, എന്നാൽ ഞാനും ശുദ്ധനാണ് എന്നൊക്കെയുള്ള രീതിയിലേക്കൊക്കെ പോകുന്നു. അതുകൂടാതെ ഇങ്ങനെ കോർണർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ മുസ്ലിം ലീഗിനെ? അല്ല, മുസ്ലിം ലീഗിനെ മാത്രമല്ല, പുള്ളി യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ മൊത്തമാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഇതിപ്പോൾ ഇന്ന് തുടങ്ങിയല്ല, ദീർഘകാലമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ തുടർച്ചയാണിത്. അപ്പം ഇത്രയും കാലം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് പിണറായി വിജയൻ തന്നെ മൂന്നാമതും അധികാരത്തിൽ വരും, പിണറായി വിജയൻ മാത്രമേ ഭരിക്കാൻ വേണ്ടി യോഗ്യനായിട്ടുള്ളൂ, ബാക്കി ആരും ഭരിക്കാൻ യോഗ്യനല്ല, CPM തന്നെ പലരും യോഗ്യരല്ല എന്നൊക്കെ രീതിയിലുള്ള ചില പ്രസ്താവനകളൊക്കെ വരികയുണ്ടായിട്ടുണ്ട്. അപ്പം വെള്ളാപ്പള്ളി ലക്ഷ്യമിടുന്നത് ഒരു കൃത്യമായിട്ട് ഇവിടെ ഒരു വർഗീയത ധ്രുവീകരണമാണ് എന്നുള്ളതാണ്. നമ്മൾക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുക അത് CPM സഹായിക്കാനാണ്, അല്ലെ പിണറായിയോടുള്ള സ്നേഹം കൊണ്ടാണ്. അല്ല എന്നുള്ളതാണ് ഇനിയെങ്കിലും CPM മനസ്സിലാക്കേണ്ടത്. കാരണം ഇദ്ദേഹം ലക്ഷ്യമിടുന്നത് ഇവിടെ BJPക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥ, രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കാരണം BJP ഇവിടെ വളർന്നാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ മകന് ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ കരിയറിൽ, രാഷ്ട്രീയ കരിയറിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ എന്ന് വളരെ വ്യക്തതയോടുകൂടിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പം ഇന്നിപ്പോൾ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മാറാട് കലാപം പോലെയുള്ള കലാപങ്ങൾ ഉണ്ടാവുന്നു. നമ്മൾ ഒരിക്കലും ഒരു പ്രത്യേകിച്ചിട്ടും നമ്മൾ കേരളത്തിൽ അങ്ങനെ ഒരു വർഗീയ കലാപം ഇനി ഒരിക്കലും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ആരും വർഗീയ കലാപത്തെ സ്വാഗതം ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷെ ഇദ്ദേഹം പറയുന്നത് എന്താണ്? വർഗീയ കലാപം ഉണ്ടാവുന്ന യഥാർത്ഥത്തിൽ അയാൾ ഇന്ന് അറസ്റ്റ് ചെയ്യേണ്ടതാണ്. കാരണം അത്രയും ഇത്തരത്തിലുള്ള വർഗീയം പറയുകയും ഇത്തരത്തിലുള്ള കലാപാഹ്വാനമാണ്, ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ള കലാപാഹ്വാനമൊക്കെ ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശൻ യഥാർത്ഥത്തിൽ പൊതുശത്രുവായി പ്രഖ്യാപിക്കേണ്ടതാണ് നമ്മൾ പറയേണ്ടത്. മുസ്ലിം ലീഗ് എന്തിനാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് അഭിപ്രായം പറയുന്നില്ല? ഒരു ചോദ്യം. മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ മാത്രം അല്ലല്ലോ, UDF മന്ത്രിയല്ലേ മുഖ്യമന്ത്രി. അപ്പൊ തീർച്ചയായിട്ടും UDF വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി എന്ന നിലയിൽ മുഖ്യമന്ത്രിയെ കുറിച്ച് അഭിപ്രായം പറയാനുള്ള യോഗ്യതയൊക്കെ അവർക്കുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. ഒരുപക്ഷെ VD സതീശന്റെ ഇന്നത്തെ പാണക്കാട്ടെ സന്ദർശനം അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അല്ല, അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ഇദ്ദേഹത്തിന് ആരാണ് ഈ അട്ടിപ്പറ അവകാശം കൊടുത്തിരിക്കുന്നത്? കേരളത്തിന്റെ മൊത്തം രാഷ്ട്രീയം തീരുമാനിക്കാനും രാഷ്ട്രീയ നേതാക്കളെ എങ്ങോട്ട് പോകണം, എന്ത് പറയണം, ഏതൊക്കെ രീതിയിലുള്ള അലയൻസ് ഉണ്ടാക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് വെള്ളാപ്പള്ളിയാണ്. അദ്ദേഹം SNDPയുടെ മാത്രം നേതാവാണ്. അദ്ദേഹം SNDPയുടെ മാത്രം കാര്യങ്ങൾ സംസാരിക്കുക. പൊതുകാര്യങ്ങളിൽ അല്ലെ പ്രത്യേകിച്ച് ഇത്തരം വിഷം ചീറ്റുന്ന തരത്തിലുള്ള ഈ പരിപാടി അദ്ദേഹം അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. അല്ലെങ്കിൽ അദ്ദേഹത്തെ കൃത്യമായിട്ട് ഇപ്പം അദ്ദേഹം പിണറായി വിജയനൊക്കെ വളരെ മാനസികമായി അടുപ്പമുള്ള ആളാണല്ലോ. അപ്പോൾ പിണറായി വിജയൻ തന്നെ വിളിച്ച് പറയേണ്ടതുണ്ട്, ഇത്തരത്തിലുള്ള ഈ വർഗീയ വിഷം ചീറ്റുന്ന പരിപാടി അവസാനിപ്പിക്കണം. യഥാർത്ഥത്തിൽ ഈ 4-ാം തീയതി വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കും എന്നതിനെ കുറിച്ച് നമുക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും CPM അല്ലെങ്കിൽ LDF തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അതിലൊരു മുഖ്യ പങ്ക് വഹിച്ചത് ഈ മഹാനാണ് എന്നുള്ളത് നമ്മൾക്ക് അർത്ഥശങ്കയില്ലാതെ പറയാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ട് ആണ് ഇത് കുറച്ചും കൂടി സ്ട്രോങ് ആയി പറയാൻ തുടങ്ങിയത്. അന്ന് അദ്ദേഹത്തിനുണ്ടായ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാറിൽ കയറ്റിക്കൊണ്ട്, മുഖ്യമന്ത്രി ഇന്നേ വരെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാറിൽ മറ്റൊരാളെ കയറ്റിയിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടത്. മന്ത്രിമാരല്ല, ഇത് അദ്ദേഹം പുറത്തുള്ള ഒരാളാണ്, ഒരു സാമുദായിക നേതാക്കന്മാരാണ്. അപ്പൊ ഒരു സാമുദായിക നേതാവ് എന്നുള്ള നിലയിൽ വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹം കാറിൽ കയറ്റി എന്ന് അന്ന് തൊട്ട് തുടങ്ങിയാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഈ വീരവാദങ്ങൾ. കാരണം ഈ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനാണ് പിണറായി വിജയൻ. അദ്ദേഹം
നല്ല ഭരണാധികാരിയാണ്, ഒരു പാർട്ടിയെ നയിക്കാൻ വളരെ കെൽപ്പുള്ള ആളാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ആവശ്യമുണ്ടായിരുന്നില്ല എന്നല്ല, അതൊരു അധിക ബാധ്യതയായി മാറി എന്നുള്ളതാണ് നമ്മളിൽ കാണേണ്ടതുള്ളത്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ എല്ലാ പ്രസ്താവനകളും അപകടകരമാണ് എന്നുള്ള കാര്യത്തിൽ ഇദ്ദേഹം വേറൊരു പണിയും ചെയ്യുന്നു. അതായത് സുകുമാരൻ നായരെയും കൂടി ഒരുമിച്ച് നിർത്തിയിട്ട് മുസ്ലിങ്ങൾക്കെതിരെ വലിയ നീക്കം നടത്താൻ വേണ്ടി ഒരു പാരോ നടത്തിയിരുന്നു. ഇതിന്റെ അപകടം മനസ്സിലാക്കിയിട്ട് NSSകാർ വളരെ കൃത്യമായിട്ട് സുകുമാരൻ നായരോട് പറഞ്ഞു, ഈ കച്ചവടത്തിൽ നിൽക്കണ്ടായി, നിങ്ങൾക്ക് നഷ്ടം വരും എന്ന്. ഇത്തരത്തിലുള്ള അപകടകരമായ നീക്കം എന്ന് പറയുന്നത് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. അത് മനഃപൂർവ്വമുള്ള നീക്കമാണെന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. അത് കൂടാതെ ഈ വെള്ളാപ്പള്ളി നടേശനൊക്കെ ഇവിടെയുള്ള കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിക്കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും? അല്ല, എന്തിനാണ് ഇപ്പൊ വെള്ളാപ്പള്ളി നടേശനായാലും ശരി, സുകുമാരൻ നായരായാലും ശരി, അല്ലെങ്കിൽ പുന്നല ശ്രീകുമാർ ആയാലും ശരി, തുടങ്ങി എല്ലാ സാമുദായിക നേതാക്കന്മാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കേരളത്തിൽ ഈ പരിപ്പ് വേവില്ലെന്നേ. കേരളത്തിൽ ഈ പരിപ്പ് വേവില്ല. കേരളത്തിൽ വളരെ കൃത്യമായ മതസൗഹാർദ്ദ അന്തരീക്ഷം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും, അത് മുസ്ലിം വിഭാഗത്തിലുണ്ട്, ഹിന്ദു വിഭാഗത്തിലുണ്ട്, എല്ലാ വിഭാഗത്തിലുണ്ട്, ക്രിസ്ത്യൻ വിഭാഗത്തിലുണ്ട്, തീവ്രവാദികളായ ആളുകളുണ്ട്. ക്രിസ്ത്യനിലാണെങ്കിൽ കാസ, മറ്റേ ഇത് നമ്മളുടെ ഇതിലാണെങ്കിൽ മുസ്ലിമിലാണെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഉണ്ട്, ജമാഅത്ത്, അങ്ങനെ പലതുണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഒക്കെ ഉണ്ട്, ഉൾപ്പെടെയുള്ള ഒരുപാട് സംഘപരിവാർ സംഘടന. ഞാൻ ഒറ്റ കാര്യം പറയുന്നത്, മുസ്ലിങ്ങൾക്കിടയിലുള്ള ഈ വർഗീയത വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി ഏറ്റവും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ്, രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മൾ അവരുടെ മതനിരപേക്ഷ നിലപാടിലൊന്നും ഒരിക്കലും വെള്ളം ചേർത്തിട്ടില്ല അവരെന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. മുസ്ലിം ലീഗിന്റെ ഒരു നേതാവും യഥാർത്ഥത്തിൽ ഇവിടെ വർഗീയത ഉണ്ടാവണം അല്ലെങ്കിൽ ഇവിടെ ചോരപ്പുഴ ഒഴുകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. അവർ സമാധാനപ്രിയരാണ്, എല്ലാ സമുദായങ്ങളുമായി ഐക്യത്തോടു കൂടി പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവെ പോലുള്ള ഏറ്റവും ശരിക്കും പറഞ്ഞാൽ ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മഹാനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒക്കെ പേരിലുള്ള ഒരു സംഘടനയുടെ തലപ്പത്തിരുന്ന് ഇത്രയും വർഗീയത പറയുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ SNDPക്കാർ ചവിട്ടി പുറത്താക്കേണ്ടതാണ്. അതിൽ ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തിനൊന്നും ഒരു കാരണവശാലും ഇത്തരം സംഘടനയുടെ തലപ്പത്ത് ഇരുത്താൻ പാടില്ല. അത് നാരായണ ഗുരുവിനോട് കാണിക്കുന്ന അനീതിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അല്ല, ഇതിപ്പോ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF-നകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയാണ്. ഈ ഏകദേശം 20-ന് മുകളിൽ സീറ്റ് നേടുമെന്ന കാര്യത്തിലും ലീഗിന്റെ കാര്യത്തിലും ആർക്കും സംശയമൊന്നും വേണ്ട. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ UDF-ന്റെ മുഖ്യമന്ത്രി ആരാണ് എന്ന് തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പോകുന്ന ഒരു ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. തീർച്ചയായും ആ മുസ്ലിം ലീഗിനോടൊക്കെ നിങ്ങൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്ന് തീരുമാനിക്കേണ്ട എന്നൊന്നും വെള്ളാപ്പള്ളി നടേശൻ പറയാൻ പാടില്ല. ഇതിൽ വെള്ളാപ്പള്ളി നടേശന് ഈ കളിയിൽ യാതൊരു തരത്തിൽ ഒരു റോളും ഇല്ല. ഈ കളിയിലൊന്നും പങ്കെടുക്കേണ്ട ആളെയല്ല വെള്ളാപ്പള്ളി നടേശൻ. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനൊക്കെ ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഈ കേരളത്തിന് തന്നെ ഭയങ്കര അപമാനമാണെന്നേ. ഇദ്ദേഹമൊക്കെ ഒരു വലിയൊരു സാമുദായിക സംഘടന, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന ഒരു സംഘടനയാണ് SNDP എന്ന് പറയുന്നത്. ആ SNDP ഒക്കെ ഇദ്ദേഹം മലിനമാസമാക്കുക, വിഷം കലക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഈ സമുദായങ്ങൾ ഈ ഇദ്ദേഹത്തെ സഹിക്കുന്നത് എന്നുള്ളതാണ്. ഈ CPM എന്തിനാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ താങ്ങുന്നത് നമുക്ക് ഒരിക്കലും മനസ്സിലാവുക. ഇതിനു മുമ്പ് ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഏറ്റവും വലിയൊരു വർഗീയ പരാമർശമുണ്ട്, ഈഴവരെല്ലാം ഈഴവരുടെ കടകളിൽ നിന്ന് മാത്രമേ സാധനങ്ങൾ വാങ്ങാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇത് ഈ BJPയുടെ അജണ്ടകളാണ്. ഇദ്ദേഹം യഥാർത്ഥത്തിൽ RSSന്റെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒക്കെ ശശികലയും ഈ വെള്ളാപ്പള്ളി നടേശനും തമ്മിൽ എന്താ വ്യത്യാസം? ശശികല ടീച്ചറും ഈ വെള്ളാപ്പള്ളി നടേശനും ഒരേ കാര്യമാണ് പറയുന്നേ. ശശികല ടീച്ചർ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. ഇദ്ദേഹം ഒരു SNDP പോലുള്ള ഒരു ഇത്രയും വലിയൊരു സംഘടന, വലിയ ഉന്നതമായ പാരമ്പര്യമൊക്കെ ഉൾക്കൊള്ളുന്ന സാമൂഹ്യ നവോത്ഥാന മൂല്യങ്ങൾ പേരിലാണ് ഇതൊക്കെ. അതാ പറഞ്ഞത്, കേരളം കണ്ടതിൽ വെച്ച്, ഇന്ത്യ കണ്ടതിൽ വെച്ച്, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നവോത്ഥാന നായകനായ ഈ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ഒരു സംഘടന ഇരുന്നുകൊണ്ടാണ് ഇദ്ദേഹം ഈ വേഷം ചീറ്റുന്നെന്നുള്ളത് അത്ഭുതകരമെന്നല്ലാണ്ട് നമ്മൾ എന്താ പറയാ, ഈ ലോകം അവസാനിക്കാൻ പോവാണോ? ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഈ വാക്കുകൾ കേൾക്കുന്ന നമുക്ക് തോന്നുന്നു ഇതൊക്കെ ലോകം അവസാനിക്കാൻ പോവാണെന്ന്. കാരണം അങ്ങനെ എല്ലാ വേഷങ്ങളും ഒരുമിച്ച് ചാടുക. അതുകൊണ്ട് ഈ മാധ്യമങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ട് ഈ മൈക്ക് വെക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ചീറ്റുന്ന വേഷം എന്തിനാണ് ഇത്രയും ആളുകൾക്കിടയിൽ ഇവർ വിതരണം ചെയ്യുന്നത്? ഈ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെറ്റത്തരം കാണിക്കുക എന്നുള്ള പരിപാടി അവസാനിപ്പിക്കണമെന്നേ. എന്തിനാണ് ഇദ്ദേഹത്തിന്റെ മുന്നിൽ പോയി മൈക്ക് കുത്തി കൊടുക്കുന്നത്? ഇദ്ദേഹം ചെയ്യുന്ന ഈ അധാർമിക പ്രവർത്തനത്തിന് ഈ ചുട്ടുപിടിക്കുക എന്നുള്ള പണിയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ട്, ഞാൻ ഭയങ്കര പാവാണ്, പിണറായി വിജയനും പാവാണ്, ബാക്കി ലോകത്തുള്ള എല്ലാവരും കുഴപ്പമാണ്,
പിന്നെ LDF-ന്റെ ചില സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് അയാൾ പറയുന്നത്. ഇദ്ദേഹം ആരാ ഇത് പറയാൻ? ഇല്ല, അത് കൂടാതെ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ MV ജയരാജന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആളുകളിലേക്ക് ആർക്കും കടന്നു ചെല്ലാൻ പറ്റത്തില്ലായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു കമന്റ് കൂടി പറഞ്ഞു. അത് ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ഈ എല്ലാ കാര്യത്തിലും അടുക്കള രഹസ്യങ്ങൾ അടക്കം ഇദ്ദേഹം അറിയണമെന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞാൽ മാത്രമേ എല്ലാ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് ഒരുതരം ഭോഷ്കത്തരല്ലേ ഇത്? ഇയാൾ എന്തിനാണ് ഇങ്ങനെ വേഷം ഛർദ്ദിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? ഇയാൾ ഈ ഇത്തരത്തിലുള്ള നീക്കം നടത്തിയാലും ഇദ്ദേഹത്തിന്റെ മകന് കേരളത്തിൽ ഒരു തരത്തിലുള്ള സ്വീകാര്യത ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രമല്ല BJP-യുടെ വലിയ ശക്തിയായിട്ടും ഇദ്ദേഹത്തിന് മാറ്റിയെടുക്കാനും പറ്റില്ല. അതുകൊണ്ട് ഈ പരിപാടി, അതായത് 2 തോണിയിൽ കാല് ചവിട്ടിയുള്ള ഈ യാത്ര വേറെ തമാശയുണ്ട്. VD സതീശൻ ഒരു കാരണവശാലും മുഖ്യമന്ത്രി ആവരുത് എന്ന് നേരത്തെ പ്രഖ്യാപിച്ച ആളാ. അങ്ങനെ UDF-ന് മുഖ്യമന്ത്രി വരുന്നുണ്ടെങ്കിൽ അത് രമേശ് ചെന്നിത്തല മാത്രമായിരിക്കണം എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മറ്റേ നായർ പറഞ്ഞിട്ടുണ്ട്. രീതിക്ക് ശേഷം തീരുമാനിക്കേണ്ട പല കാര്യങ്ങളിലും ഒക്കെയാണ് ഇപ്പോൾ ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശനൊക്കെ അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ട് ഒന്ന് ഇവരോട് പോയി അഭിപ്രായം ചോദിക്കാതിരിക്കുക. 2 ഇദ്ദേഹം വിഷം ചീറ്റുന്ന രീതിയിലുള്ള ഇത്തരം പ്രസ്താവനകൾ ഏറിയാതിരിക്കുക, ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതിലാകെ ചെയ്യേണ്ടത്. ഈ കേരള സംസ്ഥാനം ഇതേപോലെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരോട് പറയണം ഇത്തരത്തിലുള്ള പരിപാടികൾ അവസാനിപ്പിക്കണം എന്നുള്ളത്. അല്ലാതെ കേരളം വലിയ മതഭ്രാന്തന്മാരുടെ നാടാക്കി മാറ്റാനാണ് പ്ലാനെങ്കിൽ, ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ വെള്ളാപ്പള്ളി നടേശൻ അവർ നേതാവായി പ്രഖ്യാപിച്ചോട്ടെ. പക്ഷേ കേരളത്തിൽ ആർക്കും അതിൽ താല്പര്യമില്ല. കേരളത്തിലെ എല്ലാ ആളുകളും സമാധാനത്തോടുകൂടി ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എല്ലാ ആളുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ പ്ലാസ്റ്റിക് നിരോധിക്കാൻ മുന്നിൽ വെള്ളാപ്പള്ളി നടേശൻ നിരോധിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന.